എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. രാജ്യത്തെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം. രാജ്യത്തെ ആദ്യ ബഹുഭാഷാ AI പ്ലാറ്റ്ഫോം കൃത്യം. വികസിപ്പിച്ചത് ഓല ഗ്രൂപ്പാണ് വികസിപ്പിച്ചത്. കൃത്യമാണ് രാജ്യത്തെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം. ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമായ സൂറത്ത് ഡയമണ്ട് ബോഴ്സ് ഉദ്ഘാടനം ചെയ്തത്. ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമായ സൂറത്ത് ഡയമണ്ട് ബോഴ്സ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമായ സൂറത്ത് ഡയമണ്ട് ബോഴ്സ് ഉദ്ഘാടനം ചെയ്തത്. 25 കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള 4 ലക്ഷ്യങ്ങളെ കമാൻഡ് ഗൈഡൻസ് സംവിധാനം വഴി ഒരു മിസൈൽ വിക്ഷേപണി ഉപയോഗിച്ച് തകർക്കാൻ ശേഷിയുള്ള ആദ്യ രാജ്യമായി മാറിയത് ഇന്ത്യ. 25 കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള 4 ലക്ഷ്യങ്ങളെ കമാൻഡ് ഗൈഡൻസ് സംവിധാനം വഴി ഒരു മിസൈൽ വിക്ഷേപണി ഉപയോഗിച്ച് തകർക്കാൻ ശേഷിയുള്ള ആദ്യ രാജ്യമായി മാറിയത് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര സ്വർണ്ണ വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര സ്വർണ്ണ വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത് സൂറത്ത്, ഗുജറാത്തിലെ സൂറത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര സ്വർണ്ണ വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയ ജാപ്പനീസ് ചിത്രം. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയ ജാപ്പനീസ് ചിത്രം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയ ജാപ്പനീസ് ചിത്രമാണ് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരത്തിന് അർഹനായത്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരത്തിന് അർഹനായത് ഷോക്കിർ ഖോലിക്കോവ്. ചിത്രം സൺഡേ. ഷോക്കിർ ഖോലിക്കോവാണ് 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത്. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വ്യക്തി. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വ്യക്തി KP വിശ്വനാഥൻ. KP വിശ്വനാഥനാണ് 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വ്യക്തി. 2023 ഡിസംബറിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയടക്കം 33 രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയ ഏഷ്യൻ രാജ്യം ഇറാൻ. ഇറാനാണ് 2023 ഡിസംബറിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയടക്കം 33 രാജ്യങ്ങൾക്ക് വിസ ഒഴിവാക്കിയ ഏഷ്യൻ രാജ്യം. 2023 ഡിസംബറിൽ പത്മശ്രീ ഉപേക്ഷിച്ച ഇന്ത്യൻ ഗുസ്തി താരം. 2023 ഡിസംബറിൽ പത്മശ്രീ ഉപേക്ഷിച്ച ഇന്ത്യൻ ഗുസ്തി താരം ബജ്രംഗ് പുനിയ. ബജ്രംഗ് പുനിയയാണ് 2023 ഡിസംബറിൽ പത്മശ്രീ ഉപേക്ഷിച്ച ഇന്ത്യൻ ഗുസ്തി താരം. 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യാതിഥി. ഇന്ത്യയുടെ 75ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 75ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യാതിഥി. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ആയിരുന്നത്. 2023 74ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ആയിരുന്നത് അബ്ദുൽ ഫത്താഹ് LCC. ഈജിപ്ത് പ്രസിഡന്റായ അബ്ദുൽ ഫത്താഹ് LCC ആയിരുന്നു 2023 74ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയായിരുന്നത്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതി സുജലം. ഹില്ലി അക്വ ബ്രാൻഡിൻ്റെ കുപ്പിവെള്ളമാണ് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് വിൽക്കുന്നത്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതിയുടെ പേരാണ് സുജലം. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ ഗവേണിംഗ് ബോർഡ് അംഗമാകുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തി. ITTFന്റെ ഗവേണിംഗ് ബോർഡ് അംഗമാകുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തി വിറ്റ ഡാനി. വിറ്റ ഡാനിയാണ് ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷന്റെ ഗവേണിംഗ് ബോർഡ് അംഗമാകുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തി. ബധിര ഒളിമ്പിക്സ് സ്വർണ്ണ ജേതാവായ വീരേന്ദർ സിംഗിന് പത്മശ്രീ ലഭിച്ച വർഷം.
ബധിര ഒളിമ്പിക്സ് സ്വർണ്ണ ജേതാവായ വീരേന്ദർ സിംഗിന് പത്മശ്രീ ലഭിച്ച വർഷം 2021. 2021 ബധിര ഒളിമ്പിക്സ് സ്വർണ്ണ ജേതാവായ വീരേന്ദർ സിംഗിന് പത്മശ്രീ ലഭിച്ചത്. 2023 ഡിസംബറിൽ പത്മശ്രീ തിരികെ നൽകിയ ബധിര ഒളിമ്പിക്സ് മെഡൽ ജേതാവ്. 2023 ഡിസംബറിൽ പത്മശ്രീ തിരികെ നൽകിയ ബധിര ഒളിമ്പിക്സ് മെഡൽ ജേതാവ് വീരേന്ദർ സിംഗ്. വീരേന്ദർ സിംഗ് ആണ് 2023 ഡിസംബറിൽ പത്മശ്രീ തിരികെ നൽകിയ ബധിര ഒളിമ്പിക്സ് മെഡൽ ജേതാവ്. A350-900 വിമാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനി. A350-900 വിമാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനി എയർ ഇന്ത്യ. എയർ ഇന്ത്യയാണ് A350-900 വിമാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനി. 6 മുതൽ 8 വരെയുള്ള ക്ലാസുകളിൽ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അനുബന്ധ പാഠപുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് 6 മുതൽ 8 വരെയുള്ള ക്ലാസുകളിൽ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അനുബന്ധ പാഠപുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം വീരമംഗൈ. വീരമംഗൈയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം. മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി 2023 ഡിസംബറിൽ പിണറായി മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച മന്ത്രിമാർ: അഹമ്മദ് ദേവർകോവിൽ, ആന്റണി രാജു. ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലുമായിരുന്നു മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി 2023 ഡിസംബറിൽ പിണറായി മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച മന്ത്രിമാർ. 2023 മന്ത്രിസഭാ പുനഃസംഘടന പ്രകാരം പുതുതായി മന്ത്രിമാരാകുന്നത്. 2023 മന്ത്രിസഭാ പുനഃസംഘടന പ്രകാരം പുതുതായി മന്ത്രിമാരാകുന്നത് KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും. ഗതാഗത വകുപ്പ് മന്ത്രിയായി KB ഗണേഷ് കുമാറും രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രിയായി കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് 2023 മന്ത്രിസഭാ പുനഃസംഘടന പ്രകാരം പുതുതായി മന്ത്രിമാരാകുന്നത്. സഹകരണ മന്ത്രി VN വാസവനാണ് തുറമുഖ വകുപ്പിന്റെ ചുമതല. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രിയായി കടന്നപ്പള്ളി രാമചന്ദ്രനും ഗതാഗത വകുപ്പ് മന്ത്രിയായി KB ഗണേഷ് കുമാറുമാണ് 2023 മന്ത്രിസഭാ പുനഃസംഘടന പ്രകാരം പുതുതായി മന്ത്രിമാരാകുന്നത്. സഹകരണ മന്ത്രി VN വാസവനാണ് തുറമുഖ വകുപ്പിന്റെ ചുമതല. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന യുവ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിൻ ഓക്സോ മീറ്റ് 2023. ഓക്സോ മീറ്റ് 23 കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന യുവ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിൻ. വടക്ക് കിഴക്കൻ മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. വടക്കു കിഴക്കൻ മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി PM ഡിവൈൻ സ്കീം. PM ഡിവൈൻ സ്കീമാണ് വടക്കു കിഴക്കൻ മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. ഇന്ത്യ ദേശീയ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വാഹനങ്ങളിലും സബ്സിഡികൾ വഴി ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഫെയിം ഇന്ത്യ. ഫെയിം ഇന്ത്യ പദ്ധതിയാണ് ഇന്ത്യ ദേശീയ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വാഹനങ്ങളിലും സബ്സിഡികൾ വഴി ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ബഹിരാകാശ സാങ്കേതിക വിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് അടുത്തിടെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സ്പെക്ട്രൽ ലൈബ്രറി ഉമ ഏത് വിളയുടെ സങ്കരയിനമാണ്? നെല്ല്. ബഹിരാകാശ സാങ്കേതികവിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് അടുത്തിടെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സ്പെക്ട്രൽ ലൈബ്രറി ഉമ ഏത് വിളയുടെ സങ്കരയിനമാണ്? നെല്ല്. 2023 ഡിസംബറിൽ ഗുജറാത്ത് തീരത്ത് അറബിക്കടലിൽ വെച്ച് ഡ്രോൺ ആക്രമണം നടന്ന കപ്പൽ. 2023 ഡിസംബറിൽ ഗുജറാത്ത് തീരത്ത് അറബിക്കടലിൽ വെച്ച് ഡ്രോൺ ആക്രമണം നടന്ന കപ്പൽ MV ചെം പ്ലൂട്ടോ. ലൈബീരിയൻ കപ്പലായ MV ചെം പ്ലൂട്ടോയ്ക്കാണ് 2023 ഡിസംബറിൽ ഗുജറാത്ത് തീരത്ത് വെച്ച് അറബിക്കടലിൽ വെച്ച് ഡ്രോൺ ആക്രമണം നേരിടേണ്ടി വന്നത്. 2023 ദേശീയ ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്. 2023 ദേശീയ ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ധ്രുവ് സിത്വാല. ധ്രുവ് സിത്വാലയാണ് 2023 ദേശീയ ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്.
2023 ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം. 2023 ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക്. സാക്ഷി മാലിക്കാണ് 2023 ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയുടെ രചയിതാവ്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയുടെ രചയിതാവ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ. ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയുടെ പേരാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പൽ. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പൽ INS ഇംഫാൽ. INS ഇംഫാലാണ് 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പൽ. അടുത്തിടെ വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയ. പാൻഡോ ടാഗോറി. പാൻഡോ ടാഗോറിയാണ് അടുത്തിടെ വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയ. പാൻഡോ ടാഗോറി. 2023 ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത്. 2023 ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ഗുകേഷ് ഡി. ഗുകേഷ് ഡി ആണ് 2023 ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത്. 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാര ജേതാവ്. 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാര ജേതാവ് സുഹൃത പോൾ കുമാർ. കൃതി സോൾട്ട് ആൻഡ് പെപ്പർ സെലക്ടഡ് പോയംസ്. സുഹൃത പോൾ കുമാറാണ് 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാര ജേതാവ്. 2023 അന്തരിച്ച ടി.എ. ജാഫർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 അന്തരിച്ച ടി.എ. ജാഫർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2023 അന്തരിച്ച ടി.എ. ജാഫർ ഫുട്ബോളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 3D പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം. 3D പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം IIT മദ്രാസ്. IIT മദ്രാസാണ് 3D പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം. PSLVയുടെ 60ാം ദൗത്യമായ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. PSLVയുടെ 60ാം ദൗത്യമായ എക്സ്പോസാറ്റ് വിക്ഷേപിച്ച തീയതി 2024 ജനുവരി 1. 2024 ജനുവരി 1 PSLVയുടെ 60ാം ദൗത്യമായ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള 2022 കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള 2022 കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ബി ഇക്ബാൽ. കൃതി മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. ഡോക്ടർ ബി ഇക്ബാലാണ് ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള 2022 കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം. പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം ഭുവനേശ്വർ. ഭുവനേശ്വറാണ് പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം. 2023 കളിയച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. 2023 കളിയച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് കലാമണ്ഡലം ഗോപി. കലാമണ്ഡലം ഗോപിയാണ് 2023 കളിയച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിന് വേണ്ടി അക്ഷയ ജ്യോതി എന്ന പദ്ധതി ആരംഭിച്ച ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയാണ് പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിന് വേണ്ടി അക്ഷയ ജ്യോതി എന്ന പദ്ധതി ആരംഭിച്ച ജില്ല. ഇന്ത്യയിലെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരി. കന്യാകുമാരിയിലാണ് ഇന്ത്യയിലെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത്. സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദമായതുമായ തീവണ്ടി യാത്രാ സൗകര്യമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസ് അമൃത് ഭാരത് എക്സ്പ്രസ്. അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദമായതുമായ തീവണ്ടി യാത്രാ സൗകര്യമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസ് അമൃത് ഭാരത് എക്സ്പ്രസ്.
ഇന്ത്യ യൂറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ത്യ യൂറേഷ്യൻ ട്രേഡ് കൗൺസിൽ IETCയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ AV അനൂപ്. ഡോക്ടർ AV അനൂപാണ് ഇന്ത്യ യൂറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കൊച്ചി നഗരവാസികളുടെ സമഗ്ര മാനസികാരോഗ്യ പരിപാലനത്തിനായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതി? കൊച്ചി നഗരവാസികളുടെ സമഗ്ര മാനസികാരോഗ്യ പരിപാലനത്തിനായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതി ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദി വെൽനെസ് ഓഫ് ഓൾ. ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദി വെൽനെസ് ഓഫ് ഓൾ. കൊച്ചി നഗരവാസികളുടെ സമഗ്ര മാനസികാരോഗ്യ പരിപാലനത്തിനായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതിയാണ് ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദി വെൽനെസ് ഓഫ് ഓൾ. സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ സ്ഥാപനം? സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ സ്ഥാപനം SGBS ഉന്നതി ഫൗണ്ടേഷൻ. SGBS ഉന്നതി ഫൗണ്ടേഷനാണ് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ സ്ഥാപനം. 2023 ഡിസംബറിൽ ഖേൽരത്ന അർജുന അവാർഡുകൾ ഉപേക്ഷിച്ച ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവ്? 2023 ഡിസംബറിൽ ഖേൽരത്ന അർജുന അവാർഡുകൾ ഉപേക്ഷിച്ച ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവ് വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ടാണ് 2023 ഡിസംബറിൽ ഖേൽരത്ന അർജുന അവാർഡുകൾ ഉപേക്ഷിച്ച ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവ്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ക്ഷേത്രം? കുന്നമംഗലം ഭഗവതി ക്ഷേത്രം. കുന്നമംഗലം ഭഗവതി ക്ഷേത്രമാണ് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ക്ഷേത്രം. കുന്നമംഗലം ഭഗവതി ക്ഷേത്രം. കേരളത്തിൽ ആദ്യമായി ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാഫലം അതിവേഗം പ്രസിദ്ധീകരിച്ച സർവകലാശാല? കേരളത്തിൽ ആദ്യമായി ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാഫലം അതിവേഗം പ്രസിദ്ധീകരിച്ച സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല. കാലിക്കറ്റ് സർവകലാശാലയാണ് കേരളത്തിൽ ആദ്യമായി ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാഫലം അതിവേഗം പ്രസിദ്ധീകരിച്ച സർവകലാശാല. 2024 ICC അണ്ടർ-19 പുരുഷ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്? 2024 ICC അണ്ടർ-19 പുരുഷ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഉദയ് സഹാറൻ. ഉദയ് സഹാറനാണ് 2024 ICC അണ്ടർ-19 പുരുഷ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ? 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ കബീർ ബേദി. കബീർ ബേദിയാണ് 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.